രഘു, നാളെ നമുക്കൊന്ന് എറണാകുളത്ത് പോയാലോ? എന്താടാ? എടാ എനിക്കൊരു മൊബൈൽ വാങ്ങിക്കണം. നാളെ വർക്കുണ്ടടാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. കുഴപ്പമില്ലടാ, വർക്കുകളുണ്ട്. നീ വരോടാ? ഞാൻ വരാം, ജോനെ വിളിക്കാം. എടാ എനിക്കൊരു കാര്യം പറയണ്ട. എന്താടാ? അതെ, എനിക്കൊരു ഇഷ്ടമാണ്. എനിക്കതോട് എങ്ങനെയൊന്നും പറയണം. എന്ത് ചെയ്യും? നീ പോയി പറയടാ. നീ എന്തിനാ പേടിക്കുന്നത്? ഒന്ന് നിർത്തടാ, പാട്ട് പാടിക്കൊണ്ടിരിക്കല്ലേ. തനിക്കൊന്നും ഒരു പണിയില്ലടോ. പ്രേമിച്ച് നടക്കുന്ന വല്ല പണിക്കും പോയിക്കൂടോ. താമ്പോടോ, ഞാൻ പ്രേമിക്കും. എനിക്കതോട് എങ്ങനെയൊന്നും പറയണം. എടാ, നീ പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നല്ല ചങ്കുറപ്പുള്ള പെണ്ണിന് വേണം പ്രേമിക്കാൻ. അല്ലെങ്കിൽ അവർക്ക് വെച്ച് അവളെ നിന്നിട്ടും പോകും. അതെങ്ങനെ അറിയാൻ പറ്റും? അതറിയണമെങ്കിലേ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നീ പോയി പറ, ബാക്കി നമുക്ക് നോക്കാം. അതെ, ഞാൻ പോവാണ്. എനിക്ക് നാളെ വർക്കുണ്ട്. അപ്പൊ ശരിയടാ. എടാ നീ പറ, എന്താ ചെയ്യേണ്ടത്? നീ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. എടാ, നീനെപ്പോ അവളെ കാണുന്നത്? അവളും അവളെ ഫ്രണ്ട്സും കൂടി നാളെ പാർക്കിൽ പോകുന്നതിനും പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നാളെ പാർക്കിൽ പോയാലോ? അത് കൊള്ളാം, നല്ല കളക്ഷൻ ഉണ്ടാവും. എന്നാ പിന്നെ നാളെ കാണാം. ഓക്കെ, എന്നാ പിന്നെ നാളെ പാർക്ക്. ചിന്നു, അച്ഛന് ചായ കൊടുത്തിട്ട് വാ മോളെ. അച്ഛാ ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പൊന്നു എണീറ്റില്ലേ മോളെ? അതെ വരുന്നുണ്ട്. അച്ഛാ അച്ഛാ നമുക്ക് ഇന്ന് പാർക്കിൽ പോവാ. അതിനെന്താ ചക്കരെ, നമുക്കിന്ന് വൈകുന്നേരം പോവാട്ടാ. നല്ല അച്ഛനാ ഉമ്മ. ഹേ അമ്മേ അമ്മേ അച്ഛൻ പാർക്കിൽ കൊണ്ടാന്ന് പറഞ്ഞു. മേക്കപ്പിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് കൊറേ നേരം. എന്തോന്നാണ് എന്തെങ്ങനെ നോക്കണേ? കൊള്ളാം, നല്ല കോലം. പാർക്കിൽ പോണല്ലേ? എന്റെ പൊന്നു, പോവാം. ലെല്ലും ചെല്ലുന്ന ചെല്ലക്കിളി. വണ്ടി എടു. ചേട്ടാ, പിള്ളേരുടെ ഈ മാസത്തെ ഫീസ് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാം. നിന്റെ ഏട്ടിൽ പൈസ ഉണ്ടല്ലോ, എടുത്ത് കൊടുക്കാൻ പാടില്ല. എന്നാലും ചേട്ടനോട് പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. രഘുവിന്റെ ശമ്പളം കൂടി അങ്ങ് കൊടുത്തേക്കല്ലേ? എടുത്ത് കൊടുത്തേക്ക്. ശരി. പാർക്കിലെന്താ ഈ മാന്യന് കാര്യം? പാപ്പനെങ്കിലി പൂപ്പനെങ്കിലി പച്ചപ്പനെങ്കിലി വാ. രഘു, നീ എന്താ വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കണത്? ഞാൻ ഓട്ടം വന്നാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നു? എല്ലാരും ഉണ്ടല്ലോ. അല്ല, നിങ്ങളെന്താ ഇവിടെ? എടാ, ഇവിടെ പിന്നെ ആള് നിന്നവരുണ്ട്, ഞങ്ങളെ നോക്കാൻ വന്നതാ. ചേട്ടാ, പിള്ളേരുടെ ഫോട്ടോ ആരോ എടുക്കുന്നുണ്ട്. ശരിയാണ്. എസ് ഐ സാറിന് വിളിച്ചു പറയാം. വിളിക്കേട്ടാ. ഹലോ, സാർ തൊപ്പി. എടോ, അവിടുത്തെ കാര്യം ഒന്ന് വിളിച്ച് അന്വേഷിച്ചേക്കാം. അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാർ. പോയിട്ട് വന്നോളാം. എന്റെ ഫോൺ മേടിച്ചിട്ട് എങ്ങനെയുണ്ട് നിന്റെ ഫോൺ? അത് കുഴപ്പമില്ലടാ, വാങ്ങിച്ച് ചാർജ് കുത്തിട്ടിരിക്കും. മതിയടാ, നിർത്തിയ ചാർജ് കുത്തിട്ടിരിക്കും. നീ വൈകുന്നേരം കൂടെ നിക്കട പോലടാ. മതി കളിച്ചത്, രണ്ടാളും അങ്ങോട്ട് വന്നേ. ആരാ പ്രകാശ് ആള്? അതെ സാറേ, ആ നിൽക്കണ മൊട്ടത്തിലേനാ. ആണോ? ആ ശരി ശരി ശരി. ഇതിന്റെ ലോക്ക് തുറന്നടാ. ലോക്ക് തുറക്കടാ. വേണ്ട സാറേ. എടാ, ലോക്ക് തുറക്കാൻ. നോക്കിയോടോ ജോൺസാ, നന്നായിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇവൻ. ഞങ്ങളുടെ കൂടെ ഒന്ന് എടുക്കടാ. എന്താ സാറേ പ്രശ്നം? നിന്റെ അമ്മയുടെ അമ്മകളെ എടുക്കണോ നീ ഇങ്ങനെ? എടോ, താൻ ജീപ്പ് വിളിച്ച് പറ.
ഏട്ടാ കിടക്കണ്ടേ? ആ കിടക്കാം. ഓ അതെ, ഇന്ന് പോവാൻ മടിയാവുന്നു. തിങ്കളാഴ്ച അല്ലേലും പോവാൻ മടിയാണല്ലോ. എന്റെ മോൻ ഇന്ന് ചെല്ലാൻ പോണോ? പോണം. ചെല്ല് ബസ് പോവും. ശരി ശരി. രണ്ടാളും ഇങ്ങോട്ട് വാ, സ്കൂളിൽ പോവാൻ നേരമായി. ശരിയില്ല. അച്ഛാ അച്ഛാ ഞാൻ ചീപ്പ് എടുക്കട്ടെ. അച്ഛാ അച്ഛാ ആ. എനിക്ക് വരുമ്പോ കാറ് മേടിക്കോ ആ അച്ഛാ? കൊണ്ടുവരാം. എനിക്ക് ചോക്ലേറ്റ് മതി. രണ്ടാൾക്കും മേടിച്ചു തരാം. ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. അച്ഛാ ഞാൻ ഫസ്റ്റാ. ഞാനും ഫസ്റ്റ് അടി മോളെ. ഇവള് വെറുതെ പറയാണ് അച്ഛാ. ചേട്ടൻ ചെല്ലാൻ നോക്കി. രഘുവിനോട് ബസ് പറഞ്ഞു കേട്ടോ. പോകും. ആ പറയാം. അച്ഛാ ടാറ്റാ മറക്കല്ലേട്ടാ അച്ഛാ. ടാറ്റാ ടാറ്റാ. വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. ചേച്ചി ചേച്ചി രഘുമാമൻ വന്നു. ആ രഘു വന്നോ? രണ്ടാളും റെഡിയോ? താമസിച്ചേ. അതിന് ഞാൻ താമസിച്ചില്ലല്ലോ. ചേച്ചി പ്രകാശേട്ടൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ രഘു. രണ്ടാളും റെഡി ആയില്ലേ? വാ മാമ നമുക്ക് പോവാ. പെട്ടെന്ന് ഷൂസ് ഇട്, പോവാം. നിക്ക് പോകല്ലേ. ഓ ഒന്ന് പെട്ടെന്നിട്. ഷൂ കെട്ടട്ടെ. മാമൻ കിട്ടത്തില്ല. രഘു ചായ കുടിച്ചായിരുന്നോ? ആ കുടിച്ചു ചേച്ചി. രഘു ഇവരെ പെട്ടെന്ന് ആക്കിയേച്ചു വാ, നമുക്കൊന്ന് പുറത്തു പോകാം. ശരി, ആ പെട്ടെന്ന് വരാം. രണ്ടാളും പെട്ടെന്ന് നടന്നു. അമ്മേ ടാറ്റാ. ഹലോ, എന്ത് ദിവസപ്പേ? ഹർത്താലാ? എന്താ കാര്യം? ആ ഓഹോ ആ ശരി എന്നാ. ഓക്കെ ശരി ശരി എന്നാ കാണാം. ആ പ്രകാശ. ആ സാറിന്ന് പോയില്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആ പോകും. എനിക്കിന്ന് ലീവ് കിട്ടി. അവിടെ ഹർത്താലാണെന്ന് ഫോൺ വന്നു. അപ്പൊ പ്രകാശ് ന്യൂസ് ഒന്നും കണ്ടില്ല? ഓ രാവിലെ വിടുന്ന സമയം പത്രം നോക്കിയായിരുന്നു, കണ്ടില്ല. നമ്മുടെ ഇന്നലെ പാർക്കിൽ നിന്ന് പിടിച്ച പയ്യൻ എന്തായി? ഏത് മൊബൈലിന്റെ ആ ഒന്നും പറയണ്ട പ്രകാശ, അത് നമ്മുടെ നല്ല വീട്ടിലെ പയ്യനാ. അമ്മ ടീച്ചറാ, അച്ഛൻ ബാങ്കിൽ ഉദ്യോഗസ്ഥൻ. അത് ശരി. എന്ത് ചെയ്യാനാ പ്രകാശ, ഈ വീട്ടുകാരാ പിള്ളേർ ചീത്തക്കുന്നത്. ശരി ശരി നിർത്ത്. എന്താ സാറേ? സാർ രാവിലെ എവിടെ പോവാണ്? ജോലിക്ക് പോവാണ് സാറേ. ജോലിക്ക് പോവാണോ? നിന്റെ ഹെൽമെറ്റ് എവിടെ? ഇവിടെ ഉണ്ട് സാറേ, ബാക്കിലുണ്ട്. അതാ അവിടെ വെക്കാനുള്ളതാണോടാ? ഇല്ല സാറേ, അത് ജോലിക്ക് പോണ തിരക്കിൽ നീ മാറാൻ കണ്ണട ഒരിക്കൽ. സാറേ. എന്താ സാറേ? ജോലിക്ക് പോണ കോലോണടാ. അതെ സാറേ, സ്റ്റൈൽ ഇല്ലേ സാറേ? ഭയങ്കര സ്റ്റൈല്. എടാ അത് തലയിൽ വെച്ചില്ലെങ്കിൽ സ്റ്റൈൽ കാണിക്കാൻ നിന്റെ തല ഉണ്ടാവൂല. എടുത്ത് തല വെച്ചിട്ട് പോടാ. എടുക്ക സാറേ, എടുക്കടാ. എടുക്ക സാറേ, എടുക്ക. വീടിന്റെ അടുത്തല്ലേ നേരിട്ട് നിന്റെയൊക്കെ വെറുതെ വിടുന്നത്. എന്തൊരു സ്റ്റൈല്. വെക്ക സാറേ, അവന്റെ ഒരു സ്റ്റൈലും വണ്ടിയും കൂളിംഗ് ഗ്ലാസും. പോടാ ഇനി മേലെ ഇങ്ങനെ കണ്ടുപോകരുത്. എന്തു പറ്റി? ഒറ്റക്കായിരുന്നു സാറേ. അത് യാതൊരു അസുഖം ഉണ്ടായിരുന്നില്ല സാറേ, പെട്ടെന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോഴായിരുന്നു? ഓ അവിടെ വെച്ച് തന്നെ മരിച്ചു സാർ. ആണോ? ആരുമില്ല സാറേ അവർക്ക് ഇനി. അപ്പൊ ഇനി വരാൻ ആരുമില്ലേ? ഇനി ആരുമില്ല. രഘു, എന്തു പറ്റിയടാ? സാർ അറ്റാക്ക് ആയിരുന്നു. ഇന്ന് രാവിലെ കടയിൽ വെച്ച് ഞാൻ കണ്ടതേ ഉള്ളൂ പ്രകാശേട്ടനെ. ഞാനും കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പ്രകാശേട്ടൻ വീണെടുക്കുകയായിരുന്നു. എന്നിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ. പക്ഷേ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. എന്ത് ചെയ്യാനാടാ മനുഷ്യന്റെ ഓരോ കാര്യം. അകലുന്ന സൂര്യൻ തുടിക്കുന്ന ഹൃദയം കാണാത്തതെന്തേ, നിൻകുരുന്നു ചിരികൾ മായിച്ചതെന്തേ.
എന്ത് ചെയ്യാനാ മോളെ, അത്രയും ആയുസുള്ളൂ എന്ന് കരുതാം. അമ്മേ എനിക്ക് വിശക്കുന്നമ്മേ. വാ, ഭക്ഷണം കൊടുന്നു കേട്ടാ, പോയി കഴിക്കാം. വാ, ഞാൻ മക്കള് എടുത്തരാം. ചെന്ന് കഴിച്ചേച്ചോ. വാ മക്കളെ, അപ്പാപ്പ എടുത്തരാം കേട്ടാ. മോനെ അജി അടിച്ചു, മോനെ അടിച്ച്. എന്താണ് കാര്യം പറ. എടാ ചേച്ചി അവളോട് ഇഷ്ടമൊന്നുമില്ലടാ. എനിക്കുള്ള വാട്സാപ്പ് നമ്പർ തന്നു. ആ അപ്പൊ ലൈനായാ? ആ അപ്പൊ ഇനി ഇവന്റെ ചെലവാണ്. അതിനെന്താ ചെയ്യാലോ. എന്നാ നമുക്ക് രഘുവിനെ വിളിക്കാം. രഘുവട്ടം പോയേക്കാം, നാളെ എത്തുള്ളൂ. എന്നാ കയറി നമുക്കൊന്നും അറിയണ്ടല്ലോ. എന്നാ കേട്ടോ. ഈ വണ്ടിക്ക് മതമിളകി. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? രഘു എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ്സോ? എൻ്റെ പരിചയത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്തെങ്കിലും ഒരു ഈട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാൽ ചേച്ചിക്കൊരു ജോലിയുമാകും. എനിക്ക് ഈ വീട്ടിലിരുന്ന് മടുത്തു. പക്ഷേ ബാങ്കും ലോണും ബിസിനസ്സും ഇതൊക്കെ ശരിയാകുമോ രഘു? കാരണം നമ്മുടെ കാറിൻ്റെ ലോണ് തന്നെ 2 മാസമായി പെൻഡിങ്ങിലാണ്. വീടിൻ്റെ ആധാരം പണയം വെക്കുവാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ വരെ ഒപ്പിക്കാം. ഒരു കട തുടങ്ങുകയാണെങ്കിൽ ചേച്ചിക്ക് നോക്കുകയും ചെയ്യാലോ. അതും നേരാ. ഉം. പക്ഷേ ഇത് ശരിയാകുമോ? ശരിയാക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ലോൺ പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് വരാം. ചേച്ചി ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. വീടിന്റെ ആധാരം ഏതായാലും എൻ്റെ പേരിൽ തന്നെയാ. ഞാനതങ്ങ് എടുത്തു തരാം. ഇപ്പോൾ വേണ്ട ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യാം, പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് വരാം. ഓക്കെ, ശരി. ഞാൻ അറ്റത്തിരിക്കാം. ആ നീ അവിടെ ഇരുന്നോ കേട്ടോ. ടാറ്റാ. രഘുമാമ വന്നില്ലേ അമ്മേ? രഘുമാമൻ വരില്ല മോളെ, ഈ വണ്ടിയിലാണ് ഇനിയും പോകുന്നത്. വണ്ടിയിലാണോ അമ്മേ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നത്? കേറിക്കോ മോളെ. ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ വെച്ചോളാം. അകത്തേക്ക് കയറിയിരിക്കും മോളെ. ആ ഒതുങ്ങിയിരിക്കട്ടോ. നന്നായി പഠിക്കണം കേട്ടോ. സൂക്ഷിച്ചു പോട്ടാ. ടാറ്റാ. 4 മണിക്കല്ലേ എത്തണേ? ജോ എന്താടാ, എന്താ പറ്റിയത്? എന്താ പ്രശ്നം? എന്താ പറ്റി? എന്താ വിഷമിച്ചേക്കണേ? എന്താടാ അത്? നോക്കട്ടെ. എടാ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ. ഇത് നീ അവക്കൂടുതൽ ലെറ്ററല്ലേ? ഇതെങ്ങനെ നിനക്ക് കിട്ടി? കപ്പിൻ്റെ മേടിച്ചപ്പോൾ കപ്പിൻ്റെ പുതിയ കിട്ടിയാണ്. എന്നിട്ട് പുതിയ നീ ഉള്ളതെല്ലാം പറഞ്ഞോ? പറഞ്ഞ ഞാൻ വിളിച്ചല്ല, തെറി പറഞ്ഞു. നന്നായി കപ്പലുണ്ട് പുതിയ. പോട്ടെ, സാരമില്ല, നീ വിഷമിച്ചിരിക്കണ്ട. ഞാൻ എപ്പോഴേ പറഞ്ഞാലേ എന്നോട് ചങ്കുറപ്പുള്ള പെണ്ണുകളും പ്രേമിക്കണം. നല്ല ചങ്കുറോടെ. നീ ഇനി തോർത്ത് വിഷമിച്ചിരിക്കണ്ട. എന്ത് വിഷമം, അടിക്കാനൊരു വകുപ്പായി. ഒരിക്കലോടാ ഈയൊക്കെ കാരണം ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? വീട്ടിൽ പോകാറായില്ലടാ, എന്താ ഇവിടെ ഇരിക്കണ? ഒന്നുമില്ല സാറേ, ഞങ്ങൾ വെറുതെ ഇപ്പുറത്തേക്ക് വന്നടാ. ഇവിടെ നടക്കും. ഓടാ, 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 എടാ, ഓടാ. നമുക്കൂടി രക്ഷപ്പെടാടാ, കുഴപ്പമില്ലടാ. ഞാൻ ഓടാ മോനെ. എടാ നിനക്കൊക്കെ എന്താടാ എൻ്റെ ഓരോ ഓടിയത്? അയ്യോ, പിന്നെ നിന്നോടൊക്കെ പലതവണ ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാണ് 10 മണി കഴിഞ്ഞ് ഇവിടെ ഒന്നും ഇരിക്കരുതെന്ന്. അന്ന് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ എന്ത് 10:30 കഴിഞ്ഞിട്ടോ? സമയം കുടുംബത്ത് പോന്നോക്കടാ. പോ പോ പോ. പോകും. എടാ ഈ അക്കുരി പെങ്ങളില്ലടാ, അക്കുരി കൊടുത്താലോ? എന്താ രഘു? എന്താ? ഒന്നുമില്ല, എന്താണേലും എന്നോട് പറ. ഒന്നുമില്ലെന്നേ. എന്താ രഘു പ്രശ്നം? ആ ബാങ്ക് ലോൺ ഇതുവരെ ശരിയായില്ല. എന്ത് ചെയ്യാനാ? ബാങ്ക് ലോൺ ശരിയായില്ലേ? ആ മാനേജർ ഇതുവരെ ഒപ്പിട്ട് തന്നില്ല. അയാൾക്ക് കുറച്ചുകൂടി കാശ് കൊടുക്കണമെന്നാ പറഞ്ഞത്, എന്നാലേ അയാൾ ഒപ്പിട്ട് തരുള്ളൂ. ഞാനാണ് കാശ് ഒപ്പിക്കാനുള്ള ഓട്ടത്തിലോ. ഇതാണോ കാര്യം? പൈസ ഞാൻ തരാം. എവിടുന്ന് തരാന്നാ പറയുന്നേ? ഈ മാല കൊണ്ടുപോയി പണയം വെക്ക. അതൊന്നും ശരിയാവില്ല ചേച്ചി. എന്ത് ഇതുവരെ വെച്ച ശരിയാവില്ലെന്ന്? സ്വർണം തന്നെ നമ്മൾ എടുപ്പിച്ചില്ല. ഇനി ആകെ കൂടിയുള്ള ഈ സ്വർണം കൂടി അത് വേണ്ടേ ചേച്ചി? കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം. രഘു, ഞാൻ പറയുന്നത് കേക്ക്. ബാങ്കിൽ നിന്ന് പൈസ കിട്ടുമ്പം നമുക്ക് ഈ സ്വർണം അങ്ങ് എടുക്കാം. വേണ്ടെന്നേ, കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം. ഞാൻ എന്റെ പറഞ്ഞില്ലേ? മോനെ വണ്ടി ഒന്ന് ഒതുക്കിയേ, ഞാനൊന്ന് പറയട്ടെ. ശ്ശേ. അതൊന്നും വേണ്ട ചേച്ചി. ചേച്ചി വേണ്ട, വേണ്ട ചേച്ചി. വേറെ ഒന്നും വേണ്ട, ചിന്തിക്കണ്ട, നീ ഇത് പറഞ്ഞില്ലേ? കൊണ്ടുപോയി വെക്ക. ഹേ, ശ്ശേ. കുഴപ്പമില്ല.
ചേച്ചി അമ്മേ മാമൻ ചേച്ചി ആ വിളിക്കണേ. ഓട്ടക്കാശ് തരുമോ? 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. അത്യാവശ്യമുള്ള നാളെ തരുമോ? എന്നാ നാളെ തരാം. കൊറേ അമ്മയുടെ ഈ പൈസ ഇല്ലട ചക്കരെ. വലിക്കല്ലേ വലിക്കല്ലേ. ആ വരാം വരാം. വാങ്ങിച്ചു താ അമ്മേ. കയ്യിന്ന് വിട്ടേ. വാമ്മേ വാ. കയ്യിന്ന് വിടാൻ. എന്തിനാ ഒന്നുമില്ല, വാ പോകാം. അമ്മേ പോവല്ലേ അമ്മേ പോവല്ലേ. ഒച്ച വെക്കരുത്. വിളിച്ചിട്ട് പോവാ. എന്തോ ഇത് മര്യാദ നടക്കടി ഇങ്ങോട്ട്. ആവശ്യത്തിന് വിളിച്ചാ കിട്ടുകയില്ല. കട്ട് ചെയ്യുന്നു. ഇതെന്തു പറ്റി? ഇത് കട്ട് ചെയ്യാണല്ലോ. എത്ര നേരെ കിടന്ന് വിളിക്കുന്നു ഞാൻ. എടുത്തൂടെ ഒന്ന്. ഹലോ, എന്താണ്? കലിപ്പിലാണല്ലോ. രഘു ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ എറണാകുളത്ത് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. എറണാകുളം വരെ പോയി. ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ? അതറിയാലോ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല. എനിക്കറിയാം, നന്നായിട്ട് എനിക്കിപ്പോൾ എല്ലാം അറിയാം. ഇതിപ്പോ എന്താ ഇങ്ങനെ? എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? കള്ളോ? എന്ത് കള്ളം? രഘുവിന്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഏതാ? പെണ്ണോ? ഏത് പെണ്ണ്? രഘു ഇനി എന്റെ അടുത്ത് കള്ളം പറയണ്ട രഘു, ഞാൻ കണ്ടിരുന്നു. ഓ, ഇനി ഞാൻ കള്ളം പറയുന്നില്ല. അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. എന്താ എന്താ പറഞ്ഞേ? കെട്ടാൻ പോകുന്ന പെണ്ണോ? അതെ. അപ്പൊ ഞാനാരോ? അതിപ്പോ ഞാൻ എന്ത് പറയാനാ? എടാ ചതിയോ? നീ അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ? ഇപ്പൊ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പ്രകാശേട്ടനെ നിനക്ക് വേണ്ടി കൊന്നു. എന്റെ പിഴ, എന്റെ വലിയ പിഴ. മാറി നിക്ക്, ഞാൻ ഷോൾ ഇടട്ടെ. ഓളിങ്ങോട്ട് വാ. ഞാനിപ്പോ ഇവിടെ നിന്ന് എന്താ പ്രശ്നം? ഷോള് ഞാനിട്ട് ചെല്ല് ചെല്ല്, മോൻ അങ്ങോട്ട് ചെല്ല്. അയ്യോ പ്രകാശേട്ടൻ. രഘു, രഘു വേണ്ട പ്രകാശേട്ടാ. രഘു, രഘു എനിക്ക് പേടിയാവുന്നു. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, രഘു, പ്രകാശേട്ടൻ. അയ്യോ രഘു, എനിക്ക് പേടിയാവുന്നു. രഘു, നമ്മളിനി എന്ത് ചെയ്യും? രഘു, രഘു, എനിക്ക് പേടിയാവുന്നു. പ്രകാശേട്ടാ, 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 നമ്മളിനി എന്ത് ചെയ്യും? പേടിക്കല്ലേ? പേടിച്ച എല്ലാം പൊളിയും. പിന്നെ പോലീസും ബഹളവും ആകെ പ്രശ്നമാവും. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. രഘു, കുഴഞ്ഞു ഇനി എന്ത് ചെയ്യും രഘു? പേടിക്കല്ലേ? പേടിയാവുന്നു രഘു. നമ്മൾ രണ്ടാളും ഒരുപോലെ പറഞ്ഞാൽ മതി. പ്രകാശേട്ടൻ, അല്ലെങ്കിൽ ഇതാകെ പ്രശ്നമാവും. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എന്റെ പ്രകാശേട്ടൻ പോയി. നമ്മളിനി എന്ത് ചെയ്യാൻ രഘു? നമ്മളിനി എന്ത് ചെയ്യും? പ്രകാശേട്ടാ, എനിക്ക് പേടിയാവുന്നു. ആരോഗ്യം മരിച്ചാണെന്ന് പറയണം. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ ആളെ വിളിച്ചു കൂട്ടാം. അമ്മ വഴക്ക് പറയില്ല. ഒന്ന് പോ ചേച്ചി, പോ. വരാം. വന്നേ. അമ്മേ ദേ ഇവിടെ വന്നില്ല. ഉടുപ്പ് മാറാനില്ല. മാറിക്കോളാം ചേച്ചി, പോയിക്കോ. വാടി പോനു, വാ. ഡ്രസ് മാറിട്ട് കളിക്ക്. ഇവിടെ വാടി ചേച്ചി, വീട്. സ്വന്തം ഭർത്താവിനെ കൊന്ന നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? നീ നിന്റെ വികാരം തീർക്കാൻ എന്നെ ഉപയോഗിച്ചു. അത് പ്രകാശേട്ടനെ അറിയുന്നപ്പോൾ നീ പ്രകാശേട്ടനെ അങ്ങ് കൊന്നു. നീയാണ് പ്രകാശേട്ടനെ കൊന്നതെന്ന് ഞാനാരോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രതിഫലമായിട്ട് നിന്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഒരു 10 ലക്ഷം രൂപ ഞാനങ്ങ് എടുത്തു.
അത് ഞാൻ നിനക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം. രഘു, പൈസ രഘു എടുത്തോ. എന്നെ ഉപേക്ഷിക്കില്ല രഘു. ആരുമില്ല രഘു. അഭിനയം. ഇന്നാണ് നിന്റെ താക്കോല്. ഓടി പോയി ചത്തോടി. ഞാൻ പോയി ചാകണല്ലേ? ചാകാം, ഞാൻ ചത്തുതരാം. മക്കളൊന്നിങ്ങ് വന്നോട്ടെ. എന്താടി പേടിപ്പിക്കാനോടി? ഞാൻ ഇതുപോലെ കേട്ടതാ. പോയി ചത്തോടി. അപ്പൊ ഞാനാരാ? നീയാണ് പ്രകാശന്റെ പറഞ്ഞിട്ടില്ല. അമ്മ ഞങ്ങൾ ഇരുന്നു എന്തെങ്കിലും തിന്നാന്താ. ഈ രാധമ്മ എന്താ വരാത്തെ? എനിക്ക് വിശന്നിട്ടാണെങ്കിൽ വയ്യ. കൊട്ടല്ലേ കൊട്ടല്ലേ കൊട്ടല്ലേടി. ചേച്ചി. ആരാ? അമ്മയില്ലേ മോളെ, ഒരു ലെറ്റർ ഉണ്ട്. അമ്മേ ദേ ഒരു ചേച്ചി വിളിക്കുന്നു. അമ്മേ ദേ ഒരു ചേച്ചി വിളിക്കുന്നു. ഞാൻ വന്നേ. അമ്മേ അമ്മേ ദേ ഒരു ചേച്ചി വിളിക്കുന്നു. മോള് ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചു. ആണോ? എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. ചേച്ചി, ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ടേ, ഒന്ന് ഒപ്പിട്ട് തന്നേക്ക്. എന്താ ചേച്ചി മുഖം വല്ലാതിരിക്കുന്നില്ല? ഒന്നുമില്ലടാ, മക്കള് ചെന്നിരിക്കേ. അമ്മ തിന്നാൻ ദേ ഞങ്ങൾ ഇരിക്കാൻ പോകുന്ന. എന്തെങ്കിലും തിന്നാന്താ. രാധേ, കരയാതിരിക്കൂ. ഭൂമിയിൽ പാപം ചെയ്യാത്തവർ ആരും ഉണ്ടാകില്ല. നിന്റെ വലിയ പിഴ നീ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി ഇല്ലാതാക്കാൻ പോവുകയാണ്. കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി സന്തോഷം നിറഞ്ഞ നമ്മുടെ കുടുംബം നീ തകർത്തു. ഇപ്പോൾ നിന്റെ തെറ്റുകൾ നിന്നെ വേട്ടയാടുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കണം. അതിനെൻ്റെ ഈ ജോലി നിനക്ക് തുണയായിരിക്കും. ഒരു നിഴൽ പോലെ എന്നും ഈ കുടുംബത്തിനോടൊപ്പം ഞാനുണ്ടാവും. എന്താ അമ്മേ കരയണത്? അമ്മ കരയല്ലേ?